വർക്ക് ചെയ്ത് ക്ഷീണിച്ച് അവശനായി വരുന്ന ഒരു ഭർത്താവിനോട് ഒരു ഭാര്യ ഇങ്ങനെ പെരുമാറുക? ഒരാശ്വാസവാക്ക്, മനസ്സ് കുളിർപ്പിക്കുന്ന ഒരു പുഞ്ചിരി, അല്ലാതെ മുഖവും കുറിപ്പിച്ച് അകത്ത് കയറിയിരിക്കല്ല വേണ്ടത്. ദിനേശേട്ടാ, ഞാൻ വന്നേ പിന്നെ ദിനേശേട്ടൻ വല്ലാതെ മാറിയിട്ടുണ്ടോ? അമ്മയെ പറ്റിയോ മറ്റുള്ളവരെ പറ്റിയോ വല്ലപ്പോഴും ഞാൻ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടോ? അതൊക്കെ അമ്മയുടെ ചില മൂഢധാരണകളാണ്. ശോഭ അതൊന്നും കാര്യമാക്കണ്ട. എന്റെ അച്ഛനും അമ്മയോ ഒരിക്കലും എന്റെ മുമ്പിൽ മുഖം കറുപ്പിച്ചിട്ടില്ല. ഞാൻ അതിന് അവസരം ഉണ്ടാക്കിയിട്ടില്ല. ദിനേശേട്ടന് പ്രകാശനും തല്ലുകൂടുന്ന കണ്ടപ്പോ ഞാൻ ശരിക്കും തളർന്നു. സ്വപ്നത്തിൽ പോലെ അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾക്ക് അമ്മ എന്നെ കുറ്റപ്പെടുത്തിയപ്പോ പോകരുതെന്ന് ഞാൻ കാല് പിടിച്ച് പറഞ്ഞു നോക്കി. ആരോട്? എല്ലാരും ഇവിടുന്ന് പോയി ദിനേശേട്ടാ. അമ്മയും പ്രകാശനും തങ്കമണിയും ഒക്കെ അമ്മാവന്റെ വീട്ടിലേക്ക്. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ശോഭ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാലോ. അതുപോരെ, എല്ലാത്തിനും കാരണം എന്റെ എടുത്തിയാട്ട. നീ കരയണ്ട. ഞാൻ അമ്മയെ പോയി വിളിക്കാം, ക്ഷമ ചോദിക്കാം. തെറ്റുകാരൻ ഞാനാണ്, വേറെ ആരുമില്ല. വീട് അച്ഛൻ ചേട്ടന്റെ പേരിലാണല്ലോ എഴുതി വെച്ചത്. എന്റെ പേരിൽ പ്രസ്സുള്ളപ്പോ ഞാൻ ഈ ബോംബെയിലും ഡൽഹിയിലും ഒന്നും പോയി അലയേണ്ട കാര്യമില്ല. ഇനി പ്രസിന്റെ കാര്യങ്ങളോർത്ത് ചേട്ടൻ ബുദ്ധിമുട്ടണ്ട. അയ്യോ, സിസ്റ്റർ, ഒരു കഷ്ണം കയറി കിട്ടോ? ആ വിറകൊന്ന് കിട്ടാനാ. നോക്കട്ടെ. ഇത് മതിയോ? ധാരാളം. ഹസ്ബൻഡ് ഇല്ലേ? പ്രസി പോയിരിക്കുക. ഞങ്ങളിതാ തൊട്ടപ്പുറത്തെ വീട്ടിലാ. എന്റെ പേര് വിനോദ് കുമാർ ആലപ്പി. ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, അരി കഴുകി വെച്ചപ്പോഴാ വിറക് തീർന്ന് ശ്രദ്ധിച്ചത്. ബാച്ചിലേഴ്സ് ലൈഫ് പാട് തന്നെ. വരട്ടെ പെങ്ങളെ. മിസ്റ്റർ, താനെന്തിനാ എന്റെ വീട്ടിൽ കയറിയത്? ഞാനില്ലാത്ത സമയം നോക്കി താനെന്തിനാ എന്റെ വീട്ടിൽ കയറിയതെന്നാ ചോദിച്ചത്. വിറക് കെട്ടാൻ ഒരു കയറ് ചോദിച്ച് കയറിയതാ. അപ്പൊ വിറക് ഇതുവരെ കെട്ടാതെയാണോ കൊണ്ടുവന്നത്? അത് പൊട്ടിപ്പോയതാണ്. ഹേ, എന്റെ വീടിന്റെ ഗേറ്റിൽ വെച്ച് തന്നെ കറക്റ്റായിട്ട് കയറ് പൊട്ടിയല്ലേ? ആ പൊട്ടി. അല്ലാതെ മനഃപൂർവ്വം ഒരു കാരണമുണ്ടാക്കി താൻ വീട്ടിൽ കയറിയതല്ല. ഇയാൾ എവിടുത്തെ ആരണടാ? ഞാൻ ഇവിടുത്തുകാരൻ തന്നെടാ. താൻ കയറ് പൊട്ടിക്കുന്നവനാണെന്നും വേലി ചാടുന്നവനാണെന്നും എനിക്ക് നേരത്തെ അറിയാമടാ. വേലി ചാടാൻ തന്റെ വീട്ടിലെന്താ നിധി ഇരിക്കുന്നോ? ഇത്തിരി സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ കറക്കിയെടുക്കാൻ നടക്കുന്ന സാമൂഹ്യ ദ്രോഹിയല്ലടോ താൻ. എന്റെ ഭാര്യയുടെ അടുത്ത് വേല ഇറക്കിയാലുണ്ടല്ലോ. എന്ത് ചെയ്യും? പിടിച്ച് വിഴുങ്ങോ?
ശരിയാ, നിന്റെ ഭാര്യയെ കറക്കെടുക്കാൻ വേണ്ടി തന്നെ ഞാൻ വീട്ടിൽ കയറിയത്. അപ്പൊ അങ്ങനെ കറങ്ങുന്നവളല്ല എന്റെ ഭാര്യ. ഞാൻ നോക്കണ്ടാ കറങ്ങുമെന്ന്. എടാ, നിന്നെ പോലെ ഒരു കുരങ്ങന്റെ കൂടെ ജീവിച്ച് അവൾക്ക് മടുത്ത് കാണും. എന്നെ പോലെ ഒരു സുന്ദരം ഒന്ന് ഞൊടിച്ചാൽ മതി, അവള് വേലി ചാടും. അതിനു മുമ്പ് നിന്റെ ശവം ഞാൻ പോസ്റ്റ്മോർട്ടത്തിന് അയക്കൂടാ. എന്നാ നോക്കിക്കോ, ഇന്ന് മുതൽ 7 ദിവസത്തിനകം അവളെ ഞാൻ തട്ടിയെടുത്തില്ലെങ്കിൽ എന്റെ പേര് വിനോദ് കുമാർ ആലപ്പി എന്നല്ലടാ. എന്നാ നീ ചാവാൻ ഒരുക്കിക്കടാ. പോടാ കഴുത. സാർ, എനിക്ക് ഭയങ്കരമായ ഒരു കംപ്ലൈന്റ് ഉണ്ട് സാർ. വിനോദ് കുമാർ ആലപ്പി എന്നൊരു ഭീകരൻ എന്റെ വീട് ആക്രമിക്കാൻ പോകുന്നു. അവൻ എന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുന്നു. അവനെ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യണം സാർ. ഭാര്യയെ തട്ടിക്കൊണ്ട് പോയിട്ടില്ലല്ലോ. ഏത് നിമിഷത്തിലും അത് സംഭവിച്ചേക്കാം സാർ. അവൻ എന്നേക്കാൾ വെളുത്തിട്ടാണ്. ഉണ്ട്. നിങ്ങളുടെ ഭാര്യയും അയാളും തമ്മിൽ സ്ത്രീ അബലയല്ലേ സാർ? അവന്റെ പഞ്ചാരവാക്കിൽ അവൾ കുടുങ്ങയില്ലെന്ന് ആര് കണ്ടു? പോലീസ് ഇടപെടണമെങ്കിൽ സംഭവം എന്തെങ്കിലും നടക്കണം. അവൻ തന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു കംപ്ലൈന്റ് തരൂ. അപ്പൊ ഞങ്ങൾ ആലോചിച്ച് വേണ്ട പോലെ തീരുമാനം എടുക്കാം. സാർ, ചത്ത കുട്ടിയുടെ ജാതകം നോക്കുന്ന കാര്യമാണ് സാർ പറയുന്നത്. ഭാര്യയെ തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്ത് കംപ്ലൈന്റ് ആണ് സാർ? എന്താ തന്റെ പേര്? തളത്തിൽ ദിനേശൻ. മോനെ ദിനേശ, ആ ഭീകരൻ തന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോകാൻ വീട്ടിൽ കയറി വരുമല്ലോ. അപ്പൊ വല്ല തെങ്ങിലും പിടിച്ച് കെട്ടിയിട്, എന്നിട്ട് നേരെ അങ്ങോട്ട് വാ. ഒരു തെളിവില്ലാതെ ആക്ഷൻ എടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല കുഞ്ഞെ. അങ്ങനെ പറയരുത് സാർ. ഞാൻ കൈക്കൂലി തരാൻ തയ്യാറാണ്. എന്താണ് തന്റെ വിചാരം? പോലീസുകാര് കൈക്കൂലി വാങ്ങാനോ? എടോ, തനിക്ക് പറ്റിങ്ങി അവനെ കൈയോടെ പിടിച്ചോണ്ട് പാടോ. പോട്ടെ, വീട്ടു കാവലിന് 2 പോലീസുകാരെ അയച്ചു തരാൻ പറ്റുമോ? ശോഭയും കാവൽ പോലീസും വേണ്ട സാർ, അത് ശരിയാവില്ല. അവളുടെ ഭാഗത്തു നിന്ന് ഉറപ്പ് കിട്ടിയത് കൊണ്ടാണല്ലോ തട്ടിക്കൊണ്ടുപോകുമെന്ന് അവൻ വെല്ലുവിളിച്ചത്. അവനെ കൈയോടെ പിടിച്ചാ വിജയിച്ചത്. ഞാനില്ലാത്ത നേരത്താണ് അവൻ വീട്ടിൽ കയറുന്നത്. അപ്പൊ ഞാൻ ഉണ്ടാവില്ലെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കണം. അപ്പൊ അവൻ വരും, വീട്ടിൽ കയറി പതുങ്ങിച്ചെന്ന് അടിച്ചു വീഴ്ത്തി പോലീസിൽ അറിയിക്കണം. ശോഭേ, ദിനേശേട്ടാ എപ്പോ വന്നു? ശോഭേ, 2 ദിവസത്തേക്ക് നീ വീട്ടിൽ തനിച്ചായിരിക്കും. തനിച്ചോ? ഞാനോ? അയ്യോ, ഞാൻ പേടിച്ച് ചത്തുപോകും. എനിക്ക് കോയമ്പത്തൂർ വരെ പോയേ പറ്റൂ. പുതിയൊരു പ്രസ് തുടങ്ങണം. ചില മെഷീൻസ് ഒക്കെ ഓർഡർ ചെയ്യാനുണ്ട്. പുതിയ പ്രസ്സോ? ഉം. ഇപ്പോഴുള്ളത് തന്നെ ശരിക്കും ശ്രദ്ധിച്ച് നടത്തിയിട്ട് പോരെ പുതിയ പ്രസ്? അത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ വന്നിട്ട് പറയാം. എന്നാലും എന്റെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് പൊയ്ക്കോളൂ. ഭയപ്പെടുന്നത് എന്തിന്? ശോഭ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. തനിച്ച് നിന്ന് ശീലിക്കുന്നത് നല്ലതാണ്. പോട്ടെ, വണ്ടി തെറ്റും. ആ ചേട്ടാ, എന്താ? ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ കോയമ്പത്തൂർക്ക് പോവാണ്. 2 ദിവസം കഴിഞ്ഞേ വരൂ. അതിന് ഈ 2 ദിവസവും എന്റെ ഭാര്യ വീട്ടിൽ തനിച്ചായിരിക്കും. ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഞാൻ 2 ദിവസം കഴിഞ്ഞേ വരൂ. കോയമ്പത്തൂർക്ക് പോവാണ്. അതിന് ഞാനെന്ത് വേണം? അല്ല, കോയമ്പത്തൂർക്ക് പോവാണ്. അതുകൊണ്ടാ കോയമ്പത്തൂർ. കോയമ്പത്തൂർ. സാർ എവിടുന്ന ഒരു പെട്ടിയൊക്കെ ആയിട്ട്? എനിക്കൊരു മുറി വേണം. മുറിയോ? സാറിന്റെ വീട് ഇവിടെ തൊട്ടടുത്തല്ലേ? അല്ല, അതാ അവിടെ ഇൻകം ടാക്സിന്റെ മറ്റു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അപ്പൊ വീട്ടിൽ ശരിയാവില്ല. അതെയോ? സുബേറെ, സുബേർ. 109 ഫസ്റ്റ് ഫ്ലോറിലാ? താഴെ. അല്ല, എനിക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഏകദേശം മധ്യഭാഗത്തായിട്ട് ജനലിലൂടെ നോക്കിയാൽ എന്റെ വീട് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മുറി കിട്ടിയ തിരക്കേട്. അതെന്തിനാണ് സാറേ? അത് ആ ഭാഗത്ത് നല്ല കാറ്റ് കിട്ടും. ആ, എന്നാ തെക്കറ്റത്തെ മുറി ആയിക്കോട്ടെ. അവിടെ നല്ല കാറ്റ് കിട്ടും. എനിക്ക് അത്ര കാറ്റ് ആവശ്യം വരില്ല. എന്നാ മുകളിൽ തരാ. തുറന്നു കൊടുക്കേ.
ആ പിന്നെ എന്നെ ആരെങ്കിലും അന്വേഷിച്ചാൽ എന്നെ ഇവിടെ കണ്ട കാര്യം പറയണ്ടേ. സാറിന് കുടിക്കാൻ വല്ലതും വേണോ? ഒന്നും പറയാറായിട്ടില്ല. വഞ്ചകി. ഒരൊലക്ക കിട്ടുമോ? ഒലക്കയോ? ആ ഒലക്ക ഉണ്ടാവില്ല കേട്ടോ, ഒരല് മതിയോ? കത്ത് കിട്ടിയപ്പോ നിന്റെ അമ്മയും കൂടെ പുറപ്പെടാൻ തുടങ്ങിയതാ. ആദ്യം വിവരമൊന്ന് അന്വേഷിക്കാമെന്ന് കരുതി. അപ്പോ അനുജനുമായി വഴക്കിടാൻ എന്താ കാരണം? എനിക്കറിയില്ല അച്ഛാ. ഓരോ സമയത്ത് ഓരോ രീതിയിലാ പെരുമാറ്റം. നിന്നോട് അവൻ വഴക്കിടാറുണ്ടോ? അതൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ദാ ഇന്ന് പെട്ടെന്ന് ഒറ്റ പോക്കാണ് കോയമ്പത്തൂർക്ക്. തനിച്ചെനിക്ക് പേടിയാന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിച്ചതേയില്ല. ഒരു പ്രത്യേക സ്വഭാവം, അല്ലാതെ സ്നേഹക്കുറവൊന്നുമല്ല. മനുഷ്യന്മാര് പല പല സ്വഭാവക്കാരാണല്ലോ. ഏതായാലും അവൻ വരുന്നത് വരെ നീ വീട്ടിൽ വന്ന് നിന്നോളൂ. എന്താ? അല്ലെങ്കിൽ ദിനേശേട്ടൻ വരുന്നവരെ ഇവിടെ താമസിക്കാലോ? അതാ നല്ലത്. അല്ലേ വേണ്ട, ഞാൻ കൂടെ വരാം. എങ്കിലിപ്പോ തന്നെ പോവാം. ആ നീ കൊണ്ടുപോവല്ലടാ. അച്ഛനോ? അച്ഛൻ എപ്പ വന്നു? വീട്ടിൽ എന്തൊക്കെയുണ്ട് അച്ഛാ വിശേഷങ്ങള്? സൂക്ഷിച്ച്. അച്ഛൻ ഈ സംഭവം മറ്റാരോടും പറയണ്ട കേട്ടോ. ശോഭയുടെ അമ്മയൊക്കെ അറിഞ്ഞ വെറുതെ തെറ്റിദ്ധരിക്കും. നീ പറയുന്നു കള്ളനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് എന്നെ തല്ലിയതെന്ന്. പക്ഷേ എന്റെ സംശയം നീ മനഃപൂർവ്വം ചെയ്തതാണെന്ന്. അങ്ങനെ പറയല്ല അച്ഛാ. സ്വന്തം വീട്ടുകാരെ തല്ലി ഓടിച്ചവനല്ലേ നീ? അച്ഛാ, അത് പ്രസ് കൈയടക്കാൻ വേണ്ടി പ്രകാശനാ തല്ലുണ്ടാക്കിയത്. എന്തായാലും കൊള്ളാം. എന്റെ മോളെ നീ കണ്ണീര് കുടിപ്പിക്കരുത്. ഇല്ല അച്ഛാ, ശോഭയെ ഞാൻ പൊന്നുപോലെ നോക്കും. ഇതൊന്നും അമ്മയോട് പറയണ്ട കേട്ടോ. അച്ഛനെ ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് അച്ഛാ. അത് ഇന്നലത്തെ രാത്രിയോടെ എനിക്ക് ശരിക്കും മനസ്സിലായി. സരള